ഹായ് മനു, ഞാൻ നാട്ടില് മനു, ഞാനിവിടെ കൊച്ചിയിലുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ. രാത്രി 11 മണിക്ക് എൻ്റെ ഫ്ലൈറ്റ്. എനിക്കൊന്ന് കാണണം. ഒരു അപേക്ഷയാണ്, പഴയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. പ്ലീസ് ലീവ് മീ അലോൺ. എന്താ പ്രശ്നം അത് പറ. എന്തായാലും ഞാൻ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരില്ല, ഒരു ഫ്രണ്ടായിട്ട് പോലും. നീ ഒന്ന് ഫോൺ എടുക്ക് പ്ലീസ്. മനു, നമ്മൾ തമ്മിൽ എന്തൊക്കെ പറഞ്ഞാലും സെറ്റാവില്ല. ഇനി ഇത് മുന്നോട്ട് പോവില്ല. സംസാരിച്ച സമയങ്ങൾ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്ന് കാണണം, അല്ലെങ്കിൽ വട്ടുപിടിക്കണില്ല. ഇതുകൂടി വെച്ച മോൾക്ക് കൊടുക്കാം. ഇത് വെച്ച വെയിറ്റ് പ്രശ്നമാവോ? ഹേ, അധികമൊന്നുമില്ലല്ലോ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലല്ലോ. പോകുന്നതിന്റെ വിഷമായിരിക്കൂല്ലേ? ഇനി വരുമ്പോ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പാകത്തിന് വാ. ഇതിപ്പോ ഓടി വന്ന് ഓടി പോവല്ലേ, നിന്നെ ശരിക്കും കാണാൻ കൂടി പറ്റിയില്ല. ആരെയും കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും പരാതിയായിരിക്കും അല്ലേ? അതുറപ്പല്ലേ, കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടുള്ള വരവല്ലേ, പരാതി കാണും. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹെബി മോളൊക്കെ ഉണ്ടാവും, അപ്പം എല്ലായിടത്തും പോവാലോ. നിനക്ക് അപ്പനോട് ദേഷ്യം ഉണ്ടോ മോളെ? എനിക്കോ? എന്തിനു? ഓക്കെ അല്ലേ നീ? അതേടി ചേച്ചി, ഞാൻ ഓക്കെയാണ്. വന്നിട്ട് ഒരുപാട് നിൽക്കാൻ പറ്റിയില്ലല്ലോ, പെട്ടെന്ന് പോകേണ്ടി വന്നില്ലേ, അതുകൊണ്ടാ. എനിക്കും എയർപോർട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. എബി പോയിക്കൊണ്ടിരിക്കുക എയർപോർട്ടിലേക്ക്. കുഴപ്പമൊന്നുമില്ല. മോളിൽ നീറ്റോ? ചെക്കിങ് കഴിഞ്ഞ് വിളിക്കാം. ശരി. നീ ഓക്കെ അല്ലേ? ഇതെന്താ പെട്ടെന്നൊരു യാത്ര? എബിയുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സിസ്റ്റർ എൻഗേജ്മെൻ്റ് ആയിട്ട് പിന്നെന്താ പുള്ളി വരാനത്? ആൾക്ക് ലീവ് കിട്ടില്ല. ഇപ്പം ലീവ് എടുത്താൽ പിന്നെ കല്യാണത്തിന് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. ഓ, മനു, ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട്. നമ്മൾ പണ്ട് പോകാറുള്ള ആ സ്പോട്ടില്ലേ, അവിടെ വരെ ഒന്ന് പോയാലോ? കുറേ ആയില്ലേ?
ഈ ബൂസ്റ്റിൻ്റെ കാര്യം ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ? ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇനി നിൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. ഞാനായിട്ട് പോയതല്ലോ. പിന്നെ നിനക്ക് സുഖമല്ലേ? നിനക്ക് സുഖമല്ലേ? അടിപൊളിയായിട്ട് പോകുന്നു. ഹാപ്പി. ഹസ്ബൻഡും കുട്ടിയൊക്കെ എന്ന് പറയുന്നു? സുഖം. എബിക്കയുടെ ബിസിനസ്സാണ്. മോളുടെ പേര് സാറ. 3 വയസ്സായി. അറിയാം. ഞാൻ റിയയുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത്. റിയ ടൊറൻറ്റോ വന്ന സമയത്ത് ഞങ്ങൾ കാണാൻ പോയായിരുന്നു. അപ്പോഴത്തെ ഫോട്ടോ ആയിരിക്കും. കല്യാണം ഇതുവരെ ആയിട്ടില്ല. അടുത്ത വർഷം അവസാനം ഉണ്ടാവും. ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വർഷ ഇവിടെ ടെക്സ്റ്റൈൽസ് വർക്ക് ചെയ്യുക. 1 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഒരു വീട് വെക്കുന്നുണ്ട്. അടുത്ത വർഷം പകുതിയോടെ പണി കഴിയും. അപ്പോൾ കല്യാണം. ആ ഒരു പ്ലാനിലായി ഇപ്പോൾ. കൊള്ളാലോ. ഉത്തരവാദിത്വ ബോധമൊക്കെ വന്ന് തുടങ്ങിയല്ലോ. നന്നായി. അമ്മ ഇവിടെ ഉണ്ട്. പഴയ പോലൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. അമ്മയ്ക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? എന്തിന്? അന്ന് അങ്ങനെയൊക്കെ. അതൊക്കെ വിട്. കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പാർട്ട് ഓഫ് ലൈഫ്. ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ നിന്നെ മനസ്സിലാക്കിയത് അമ്മയായിരിക്കും. നിനക്ക് അമ്മയോട് സംസാരിക്കണോ? ഞാൻ അമ്മയെ വിളിച്ചു തരാം. വേണ്ട. സീനൊന്നുമില്ല. നീ സംസാരിക്കുക. അമ്മയ്ക്ക് സന്തോഷമാവും. എന്തോ അമ്മയോട് സംസാരിക്കാൻ മാത്രമായും തോന്നില്ല. നീ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ലേ? അവർക്കൊക്കെ എപ്പോഴും എന്നോട് ദേഷ്യമല്ലേ? എനിക്കറിയാം. അവരൊക്കെ എന്നെ ഒരു തീപ്പൊരിയായിട്ടല്ലേ ഇപ്പോഴും കാണുന്നുണ്ടാവുക. തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിൻ്റെ വെറും തോന്നല. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്ന സിറ്റുവേഷൻ എന്തായിരുന്നുള്ളത്. പിന്നെ ആ ഒരു പ്രായത്തിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ നീ അനുഭവിക്കുന്ന ഈ ഒരു അടിപൊളി ലൈഫ് നിനക്ക് കിട്ടുന്ന വരത്തില്ല. അന്ന് നീ എടുത്ത ഡിസിഷൻ ശരിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടിയില്ലേ? ഹാപ്പിയല്ലേ നീ ഇപ്പോൾ? അത് മതി. നീ എന്നെ കാണാൻ വന്നല്ലോ. സന്തോഷമായി. ഞാൻ കരുതിയേയില്ല നീ വരുമെന്ന്. നിനക്ക് അന്നും ഇന്നും എന്നെ മനസ്സിലായിട്ടില്ല. എന്നാ മനു, ഐ എം സോറി. സോറിയോ? എന്തിന്? എല്ലാത്തിനും. ഇനിയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല മനു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ അമ്മേനെ വിളിക്കാം. അതിനൊരു മടിയും വേണ്ട. നീ ഇപ്പോൾ പാടാറില്ലേ? അതിനൊക്കെ ഇടുന്ന സമയം എപ്പോഴും മോളുടെ പുറകെ. പിന്നെ എനിക്കും അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. മറന്നു എന്ന് തന്നെ പറയാം. ആ ഒരു സമയത്ത് ഓരോരോ നമുക്ക് പോയാലോ? ബ്ലോക്ക് കിട്ടിയ പണിയാവും.
ടേക്ക് ഓഫ് ആവാറായി. അപ്പം ശരി, പോവുക. നീ ഇപ്പോൾ പാടാറില്ല? അതിനൊക്കെയുള്ള സമയം എപ്പോഴും മോളുടെ പുറകെ. പിന്നെ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോകും. വിരഹാഗ്നിയിൽ എരിഞ്ഞാളുന്ന രാവിൽ തിരനുരനെയ്യുന്ന തീരങ്ങളിൽ പുലർക്കാലം പോരും വഴിയോരങ്ങളിൽ ഓർക്കുവാനായി ഈ ഒരാൾ മാത്രം പാതിയാത്മാവിൽ വീഞ്ഞുമായി വന്നു. മഴയിലുമീ തീയാളുന്നു കര കാണാത്ത രാവിൽ. മറവികൾ തൊടുമോ നിന്നോർമ്മയെ? ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരിൻ ചാരത്തോ അനുരാഗത്തിയെരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിൻ്റെ കൊതിയാണ് നീ. എന്തൊരു വോയിസ് ആടോ, ജസ്റ്റ് കിള്ളി. എന്ത് രസമായിട്ടാണ് താൻ പാടുന്നത്. എനിക്കുറപ്പാ താൻ വലിയൊരു സിംഗറാവും. നമ്മുടെ കല്യാണം കഴിഞ്ഞ് താൻ സ്റ്റേജിൽ പാടുമ്പോഴേ ഞാനും നമ്മുടെ കുട്ടികളും കൈയടിക്കാൻ സ്റ്റേജിന് മുന്നിൽ തന്നെ ഉണ്ടാവും. നീ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. ഞാൻ കൂടെ ഉണ്ടോ, നമ്മൾ പൊളിക്കും.